ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഗ്രഹ ഗോഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളുകളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ചെയ്യാൻ സാധിക്കാതെ പോയി. ഇപ്പോഴാണത് നടന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടിലൊരാടിന് തയാമിൻ്റെ കുറവ് കൊണ്ട് പോളിയോ എൻസെഫലോ മലേഷ്യ എന്ന് പറഞ്ഞ ആ അസുഖം പിടിപെട്ടു. അപ്പോൾ അത് പിടിച്ചു, രോഗം കണ്ടു, ഞാൻ മരുന്ന് കൊടുത്തു, അതിൻ്റെ അസുഖം മാറി. ആ രോഗത്തെക്കുറിച്ചും രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ആടുകളിൽ കണ്ടുവരുന്ന വളരെ അപകടകരമായൊരു അസുഖമാണ് ഇത്. വളരെ ആരോഗ്യത്തോടെ നടക്കുന്ന ആടുകളാണെങ്കിലും പെട്ടെന്നൊരു ദിവസം വിറയലോടുകൂടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വീഴുന്ന അവസ്ഥയുണ്ടാകും. ഈ ലക്ഷണം കണ്ടാൽ ആ സമയത്ത് തന്നെ നമുക്ക് അതിനുള്ള ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് 100% റിസൾട്ട് കിട്ടും. പക്ഷേ ആദ്യമായിട്ടൊക്കെ സംഭവിക്കുകയാണ്, നമുക്ക് അതിൻ്റെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാവുകയില്ല. ഇതാണ് എൻ്റെ രോഗം ബാധിച്ച ആട്. ഇത് ഒരേ കിടപ്പ് കിടന്ന് ഒരു 3-4 ദിവസം ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ കിടന്ന് ഇതിൻ്റെ ഒരു വശത്തെ കണ്ണ് നല്ല പൊട്ടാനൊക്കെ തുടങ്ങി. കണ്ണിൻ്റെ അകമല്ല, സൈഡൊക്കെ നന്നായിട്ട് പൊട്ടിയായിരുന്നു, നീര് വെച്ചായിരുന്നു. ഞാൻ ഈ ഗുളിക കൊടുത്ത് രണ്ടാമത്തെ ദിവസമാണ് ആട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. എണീറ്റ് നിന്നപ്പോൾ അതിൻ്റെ ആ കണ്ണ് കണ്ടോ, കണ്ണിൻ്റെ ഒരു സൈഡ് ഒരു വശത്തേക്ക് തന്നെയായിരുന്നു എൻ്റെ തല ചെരിഞ്ഞ് കിടന്നത്. നമ്മൾ നേരെ നിർത്താൻ ശ്രമിച്ചാലും നടക്കത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ കിടക്കുന്ന തലയുടെ അടിയിൽ ഒരു തുണിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷെ എന്നാലും ഈ കണ്ണിൻ്റെ ഈ മേൽഭാഗം ചുറ്റും നന്നായിട്ട് ചുമന്നു, തൊലിയൊക്കെ പോയായിരുന്നു. ഇപ്പോൾ ആട് കുഴപ്പമില്ല, നേരെ നിൽക്കാൻ തുടങ്ങി. നിന്ന് കഴിഞ്ഞ ശേഷമാണ് അതിന് ബാലൻസിൽ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തല ഇങ്ങനെ വിറയ്ക്കുന്നത് കൊണ്ട് അതിന് വെള്ളമൊന്നും കുടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ ആടിൻ്റെ അവസ്ഥ. രണ്ടാമത്തെ ദിവസം അത് നേരെ നിന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്ത് നേരെയാക്കി. തുടക്കത്തിലേ ഉള്ള ലക്ഷണം പേടിച്ച് നിൽക്കുക. ആട് നമ്മൾ കൂട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും എന്തോ കണ്ട് പേടിച്ച് നിൽക്കും പോലെ പുറകോട്ട് മാറാനായിട്ട് ശ്രമിക്കും. പിന്നെ അത് നമ്മൾ മുന്നോട്ട് നടത്താൻ ശ്രമിച്ചാലും അത് പുറകോട്ടേ വരുള്ളൂ. ഒരു സൈഡിലേക്ക് വലിഞ്ഞ് നമ്മൾ കയറാണ് ബലം പ്രയോഗിച്ച് മുന്നോട്ട് പോകാൻ നോക്കും. പിന്നെ അതിന് തീറ്റ തിന്നാനൊക്കെ വെറുപ്പായിരിക്കും, വെള്ളം കുടിക്കാൻ മടി കാണിക്കും. പിന്നെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നടക്കാനായിട്ട് നോക്കും. അങ്ങനെ ചെരിഞ്ഞ് നടന്ന അവസാനം അത് വീഴും. പിന്നെ അതിന് കാഴ്ചയ്ക്ക് കുറവ് പോലെ തോന്നും, കാഴ്ച മങ്ങിയ അവസ്ഥയിലോട്ട് വരും. നന്നായിട്ട് മുന്നോട്ട് അതിന് നടക്കാനായിട്ട് പറ്റാതെ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോകും. പിന്നെ അതിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി പേടിച്ച് വലുതാവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ അപസ്മാരം പോലെ ആടങ്ങോട്ട് വീഴും. ഈ തലച്ചോറിലെ ഈ നാഡികളുടെ ഡാമേജ് കാരണമാണ് ഇങ്ങനെ ആടിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത്. പിന്നെ അതിന് പേശി വിറയിലൊക്കെ അതിനുണ്ടാകും. പിന്നെ ആട് വട്ടം കറങ്ങി നടക്കും, നേരെ നടക്കത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് നടത്താൻ നമ്മൾ ശ്രമിച്ചാലും അത് വട്ടം കറങ്ങി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞേ നടക്കുകയുള്ളൂ. തല അങ്ങോട്ട് നേരെ നിർത്താൻ പറ്റാതെ ഒരു സൈഡിലേക്ക് ആട് അങ്ങ് ചെരിഞ്ഞ് വീഴും. ആടുകളിൽ ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടാൽ ഈ അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ട ചികിത്സ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. ആടുകളിൽ ഇങ്ങനെ തയാമിൻ കുറയാൻ പല കാരണമുണ്ട്. ആവശ്യമായ പച്ചപ്പുല്ല് കിട്ടാതെ വന്നാലും തയാമിൻ്റെ കുറവ് സംഭവിക്കാം. പുല്ല് കുറയുന്ന സമയത്ത് നമ്മൾ കൈത്തീറ്റകൾ ധാരാളം കൊടുക്കും, അതായത് കരാഹാരം കൂടുതലായിട്ട് നൽകും. ആ സമയത്ത് അതിന് ദഹനം ശരിയായ നിലയിൽ നടക്കാതെ വരുമ്പോൾ റൂമനിൽ, അതായത് ആമാശയത്തിൻ്റെ അറകളിൽ അമ്ലത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ നല്ല അണുക്കൾ നശിക്കും. ഈ നല്ല സൂക്ഷ്മാണുക്കളാണ് ആവശ്യമുള്ള ജീവകങ്ങൾ ഉണ്ടാക്കുന്നത്. അവ നശിക്കുമ്പോൾ ഈ തയാമിനെ നശിപ്പിക്കുന്ന ചില അണുക്കൾ ആമാശയത്തിൽ കൂടുതലായിട്ട് പെരുകിയിട്ട് തലച്ചോറിലെ ഞരമ്പുകളിലെയൊക്കെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനം നടക്കാതെ അങ്ങനെയാണ് ആടുകൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് വീഴുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ ആടുകളിൽ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആടുകളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവയ്ക്ക് പച്ചിലകൾ ധാരാളമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തീറ്റയ്ക്ക് വെറുപ്പ് കാണിച്ചാലും പിന്നെ മെല്ലെ കഴിച്ചോളും. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് പച്ചിലകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തവിട് തിന്നുമെങ്കിൽ കുഴച്ച് കൊടുക്കുക, കുറച്ച് തവിടൊക്കെ കുഴച്ച് കൊടുക്കുക. പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ ആടുകൾക്ക് ഈ സമയത്ത് നല്ലതാണ്.
പിന്നെ ഞാൻ ചെയ്തത് മരുന്ന് ചെയ്തത് എൻ്റെ അടുത്ത് ന്യൂറോബയോണിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു. ന്യൂറോബയോണിൻ്റെ ഗുളിക ഞാൻ രാവിലെ ഒരു 5 വൈകിട്ട് ഒരു 5 വീതം പൊടിച്ച് അതൊരു കലക്കി സിറിഞ്ചിലാക്കിയിട്ട് വായി കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ ബി-പ്ലെക്സ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഗുളികയും കൂടെ ആടിന് 2 നേരമായിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അസുഖം മാറിയതിന് ശേഷം 1 മാസത്തോളം ഞാൻ ഈ ഗുളിക രാവിലെ 1 വൈകിട്ട് 1 വീതം 1 മാസത്തോളം കൊടുത്തു. അങ്ങനെ ആട് ആരോഗ്യവതിയായി. അതുകൂടാതെ ഞാൻ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ വിളിച്ച് ആടിൻ്റെ കഴുത്തിൻ്റെ അടിയിൽ ത്വക്കിനടിയിൽ ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ ഒരാഴ്ച എടുത്തു ആട് നേരെയാകാൻ. അതിനുശേഷം ആട് ക്ഷീണമൊക്കെ മാറി, ആടിൻ്റെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ അസുഖവും മാറി. വീണ്ടും ആടിനെ രണ്ടാമത് ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചു. നല്ല 2 കുഞ്ഞുങ്ങളെ അത് പ്രസവിച്ചു. ഇതാണ് രോഗമായി കിടന്ന ആ തള്ളയും അതിനുണ്ടായ 2 കുഞ്ഞുങ്ങളും. വളരെ ആരോഗ്യവതിയായി നല്ല പാലൊക്കെയുണ്ട്, നന്നായിട്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല സുഖമായിട്ട് ആരോഗ്യത്തോടെ ആടിരിക്കുന്നു. രോഗം പൂർണ്ണമായിട്ട് മാറി. ഡോക്ടർമാർ പറഞ്ഞത് 50-50 ആണ്. ചിലപ്പോൾ ആട് കിട്ടും, അല്ലെങ്കിൽ ചില ആടുകൾ ചത്തുപോകും. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ഇത് പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. എന്നാലും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഇതിന് വേണ്ട മരുന്നുകൾ നൽകി. എൻ്റെ ആട് പൂർണ്ണമായ ആരോഗ്യത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. രോഗം പൂർണ്ണമായിട്ടും ഭേദപ്പെടും. ഇനി മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഓക്കെ, ബൈ ബൈ.